യെസ്. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് CA Inter FM May 26 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ ഡിസ്കഷനാണ്. സോ ഫസ്റ്റ് നമ്മൾ MCQ പാർട്ടാണ് നോക്കുന്നത്. ദെൻ വിൽ ഗോ ടു ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. അതിൽ MCQയിൽ ഫസ്റ്റ് കേസ് സിനാരിയോ. അപ്പോൾ കേസ് സിനാരിയോയിൽ ജസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റ് മാത്രം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കേസ് സിനാരിയോയിൽ ഓൾറെഡി ആനുവൽ ഇൻട്രസ്റ്റ് 33 lakhs വന്നിട്ടുണ്ട്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുണ്ട് 11%. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡെറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് 50 lakhs റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് 2:1 ആണെന്ന് പറയുന്നത്. സോ ബേസിക്കലി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1. ഫേസ് വാല്യൂ പെർ ഷെയർ 10 രൂപ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താ? സോ അവരൊരു പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ദേ ആർ ഇൻസ്റ്റാളിങ് എ ന്യൂ ടെക്നോളജി. അതാണ് ബേസിക്കലി ആ കേസ് സിനാരിയോയിലുള്ളത്. അപ്പോൾ ആ ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദ കമ്പനി റിക്വയർസ് ആൻ അഡീഷണൽ ഫണ്ട് ഓഫ് 3 crores വിച്ച് ഇസ് 300 lakhs. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഫണ്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഇൻ എ മാനർ എങ്ങനെയാണ് പറയുന്നത്? ദാറ്റ് പ്രസൻറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വിൽ, അതായത് ദി അഡീഷണൽ ഫണ്ട് വിൽ ബി അറേഞ്ച് ഇൻ എ മാനർ ഇറ്റ് വിൽ നോട്ട് ഇമ്പാക്ട് ദി പ്രസൻറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഓക്കെ, സോ അഡീഷണൽ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 12% പറയുന്നുണ്ട്. സോ ഇതിൻ്റെ മീനിങ് എന്തായാലും അഡീഷണൽ ഫണ്ട് കൊണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാലും സോ ദ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വിൽ നോട്ട് ചേഞ്ച്. സോ ആസ് എ റിസൾട്ട് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് എ ന്യൂ ടെക്നോളജി it is anticipated that ROI will increase by 3%, presently 15%, from 15%. So 15% scenario 15% ഉണ്ട്. So it will increase by 3%. So it will become, ROI will become 18% after implementing the new technology. Then tax rate is 30% എന്ന് പറയുന്നുണ്ട്. Okay, so first question, what is the equity share capital before the additional fund is introduced? അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് വെച്ചിരിക്കുന്നത് ബിഫോർ അഡീഷണൽ ഫണ്ട്. സോ ക്വസ്റ്റ്യനിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വന്നിട്ടുണ്ട്. ദെൻ ഡെറ്റ് കോമ്പൗണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരുന്നു. അതായത് 33 lakhs ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 11%, 300 lakhs ആണ് ഡെറ്റ് കോമ്പൗണ്ട് ബിഫോർ അഡീഷണൽ ഫണ്ട്സ്. ആൻഡ് യൂസിങ് ദ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വിറ്റി കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇക്വിറ്റി മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് ഓൾറെഡി 50 lakhs തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. സോ ബാലൻസിങ് ഫിഗർ വിൽ ബി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. സോ ദാറ്റ് ഇസ് 100 lakhs. 100 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 crore. സോ ആൻസർ ഇസ് 1 crore. സെക്കൻഡ്, വാട്ട് ഇസ് ദി ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബിഫോർ അഡീഷണൽ ഫണ്ട് ഫിനാൻസിങ്? സോ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഫോർ അഡീഷണൽ ഫിനാൻസിങ് ഓൾറെഡി ഡെറ്റ് എത്ര ഉണ്ടായിരുന്നു? 300 lakhs. ദെൻ ഇക്വിറ്റി കോമ്പൗണ്ടിന് 150 lakhs ഓൾറെഡി നമ്മൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വെച്ച് കണ്ടുപിടിച്ചിരുന്നു. സോ ടോട്ടൽ 450 lakhs. ദാറ്റ് ഈസ് 4 crore 50 lakhs ആണ്. ആൻഡ് ആഫ്റ്റർ ദി ഫിനാൻസിങ് വരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 450 lakhsൻ്റെ കൂടെ എത്രയാണ് റേസ് ചെയ്യുന്നത്? 300 lakhs ആണ് ടോട്ടൽ ഫണ്ട് റേസ് ചെയ്യുന്നത്. സോ 450 + 300 750. ഓക്കെ, അപ്പോൾ 750 lakhs ആണ് ആൻസർ. സോ 4 crore, 4.5 crores ആൻഡ് 7.5 crores. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, കമ്പ്യൂട്ട് ദി EPS ആഫ്റ്റർ അഡീഷണൽ ഫിനാൻസിങ്. സോ EPS ആണ് കാണുന്നത് ആഫ്റ്റർ അഡീഷണൽ ഫിനാൻസിങ്. ആൻഡ് വാട്ട് ഇസ് ദി പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ EPS എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബിഫോറും കണ്ടുപിടിക്കണം, ആഫ്റ്ററും കണ്ടുപിടിക്കണം. അപ്പോൾ ബിഫോർ EPSൻ്റെ കണ്ടുപിടിക്കുന്ന ഫോർമാറ്റ് ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. സോ EBIT ലെസ് ഇൻട്രസ്റ്റ് ലെസ് ടാക്സസ്, ദെൻ യു വിൽ ഗെറ്റ് EAT, ദെൻ അതിന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ച് യു വിൽ ഗെറ്റ് EISH, അല്ല ഇക്വിറ്റി ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്ത് കഴിഞ്ഞാൽ EPS കിട്ടും. അപ്പോൾ ഇതിൽ EBT കണ്ടുപിടിക്കാനാണ് എന്ത് ഇൻഫർമേഷൻ വന്നിട്ടുള്ളത്? ROI ഓർ ROCE, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എമൗണ്ട് നമുക്കറിയാം. അതേ ഇൻറ്റു ROI ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി EBIT. അപ്പോൾ ബിഫോർ ദി ഫണ്ട്സ്
അഡീഷണൽ ഫൈനാൻസിങ്, ബിഫോർ അഡീഷണൽ ഫിനാൻസിങ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 450 lakhs ആണ്. ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ. അതേ ഇൻറ്റു 450 ഇൻറ്റു 15% ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു വിൽ ഗെറ്റ് 67.5. സോ EBIT അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ലെസ് ഇൻട്രസ്റ്റ് ലെസ് ടാക്സസ് 30%. ഇൻട്രസ്റ്റ് ഓൾറെഡി 33 lakhs ആണ്, അത് കുറയ്ക്കുക. ദെൻ ടാക്സസ് 30% കുറയ്ക്കുക. സോ യു വിൽ ഗെറ്റ് ആൻ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്, യു വിൽ ഗെറ്റ് 24.15 lakhs. ഓൾറെഡി ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിച്ചിരുന്നു, വിച്ച് ഇസ് 100 lakhs. ആൻഡ് ഫേസ് വാല്യൂ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് 10 rupees. സോ ഇക്വിറ്റി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് 10 lakhs. അപ്പോൾ 24.15 divided by 10 ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി EPS ബിഫോർ അഡീഷണൽ ഫിനാൻസിങ്, വിച്ച് ഇസ് 2.415. സിമിലർലി ആഫ്റ്റർ ദി അഡീഷണൽ ഫിനാൻസിങ് EPS എങ്ങനെ കണ്ടുപിടിക്കും? സോ ആഫ്റ്റർ ഫിനാൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എത്ര വരും? ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 750 lakhs ആയി മാറും. സോ 750 ഇൻറ്റു ROയിൽ ഇൻക്രീസ് എത്ര പെർസെൻറ്റ് വന്നു? 15% ആയിരുന്നു. ഇൻക്രീസ് ബൈ 3% എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 18%. സോ 750 ഇൻറ്റു 18% വിൽ ഗിവ് യു 135 lakhs. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൾഡ് എക്സിസ്റ്റിംഗ് ഡെറ്റിൻ്റെ 33 lakhs കുറയ്ക്കണം. ന്യൂ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് 24 lakhs ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? സോ അതൊന്ന് നോക്കിയോ. ന്യൂ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എക്സിസ്റ്റിംഗ് 450 lakhs ഉണ്ട്, അഡീഷണൽ ഫണ്ട് 300 lakhs ആണ് നമ്മൾ എടുക്കുന്നത്. അത് സെയിം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ആണ് ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കേസ് സിനാരിയോയിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300-ലെ ഡെറ്റ് കോമ്പോണൻറ്റ് എത്ര വരും? 300 ഇൻറ്റു 2/3 വിച്ച് ഇസ് 200 lakhs. ബാലൻസ് 100 lakhs ആണ് ഇക്വിറ്റി. അപ്പോൾ ഈ 200 lakhs-ൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 12% ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ ഏറ്റവും താഴെ. ന്യൂ അഡീഷണൽ ഡെറ്റ് വിൽ ക്യാരി 12% ഇൻട്രസ്റ്റ്. സോ ദ 200 ഇൻറ്റു 12% വിൽ ഗിവ് യു 24 lakhs. അത് ദെൻ കുറച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി EBT. അതിൽ നിന്ന് ടാക്സസ് കുറച്ച് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് ദി EAT 54.6 lakh. ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്ര വരും? 20 lakhs ഇക്വിറ്റി ഷെയർസ് വരും. ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റിങ്ങിൽ 10 lakh ഉണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അഡീഷണൽ ഫണ്ട് 100 lakhs ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് that divided by face value will give you 10 lakhs. So 10 plus 10 20 lakhs ആണ് number of shares. So your EPS will be 2.73. So EPS after additional financing 2.73 രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ഒന്നും കൂടി കണ്ടുപിടിക്കേണ്ടി വരും ഇൻക്രീസ് എത്രയാണ്. സോ ഇൻക്രീസ് ഇൻ EPS will be 2.73 divided by 2.415 minus 1 into 100 is 13.04. So that will give you the increase in EPS. So option A will be the correct answer. Fourth question, what will be expected MPS after the change in fund? So if company expects a PE ratio of 20 തന്നിട്ടുണ്ട്. So PE ratio means price earnings. MPS by EPS ആണ് PE ratio. So with that equation you can find the expected MPS. So EPS already 2.73 കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് PE ratio 20 തന്നിട്ടുണ്ട്. സോ MPS will be 20 into 2.73 54.6. So option B is the answer. അടുത്തത് വെയ്റ്റഡ് ആവറേജ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, വാട്ട് വിൽ ദി പോസ്റ്റ് ടാക്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ദി അഡീഷണൽ ഫിനാൻസിങ്? സോ പോസ്റ്റ് ടാക്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ല. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. സോ ഓൾഡ് എക്സിസ്റ്റിംഗ് ഡെറ്റ്, ഓൾഡ് ഡെറ്റ് എത്ര ഉണ്ടായിരുന്നു? 300 lakhs. ന്യൂ ഡെറ്റ് റേസ് ചെയ്തത് 200 lakhs. അതിൻ്റെ ഇൻട്രസ്റ്റ് 33 lakhs. 200-ലെ ഇൻട്രസ്റ്റ് 24 lakhs. ടോട്ടൽ ഇൻട്രസ്റ്റ് 57. ടോട്ടൽ ഡെറ്റ് കോമ്പൗണ്ട് 500 lakhs. സോ average weighted average cost of debt will give you 11.4%, which is 57/500. പക്ഷെ നമുക്കറിയേണ്ടത് പോസ്റ്റ് ടാക്സ് ആണ്. പോസ്റ്റ് ടാക്സ് വെയ്റ്റഡ് ആവറേജ് വെച്ചിരിക്കുന്നത്. സോ 11.5 ഇൻറ്റു 1 - T ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി പോസ്റ്റ് ടാക്സ്. പോസ്റ്റ് ടാക്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് which is 7.98. So option D is the correct answer. Yes, the next MCQ question number 6.
അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ കേസ് സിനാരിയോ ഉള്ളൂ. നെക്സ്റ്റ് 6 ഓൺവേർഡ്സ് ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 6th question. A company has a credit sale of 20 lakh with an average collection period of 35 days. So it want to liberalize its existing credit terms, which are expected to increase sales to 25 lakhs. However, average collection period is expected to decline to 10 days. 10 days. Okay. So profit volume ratio is 20%. Opportunity cost post tax is 6%. Tax rate 40%. Assume 360 days. Okay. So question and what is the incremental investment in debtors? Then its impact on the post tax profitability. Okay. So incremental investment in debtors. So investment in debtors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? Cost of sales ആണ്. So what is the increase in cost of incremental increase in cost of sales ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കമ്പനിക്ക് എക്സിസ്റ്റിംഗ് സെയിൽസ് എത്രയാണ്? 20 lakhs. അപ്പോൾ അതിൻ്റെ ആവറേജ് കളക്ഷൻ പീരീഡ് 35 days ആണ്. അപ്പോൾ 20 lakhs ക്രെഡിറ്റ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് 35 days ആണ് ആവറേജ് ക്രെഡിറ്റ് സെയിൽസ്. അത് ക്രെഡിറ്റ് ടേംസ് ലിബറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് എത്രയായി കൂടും? 25 lakhs ആവും. സോ 25 lakhs ആണെങ്കിൽ കളക്ഷൻ പീരീഡ് എക്സ്പെക്റ്റഡ് കളക്ഷൻ പീരീഡ് എത്രയായി മാറുമ്പോൾ ഇറ്റ് വിൽ കം ടു 10 days. സോ 35 അത് എത്ര ഡേയ്സ് ആവും? 10 days ആവും. സോ പ്രോഫിറ്റ് വോളിയം റേഷ്യോ 20% തന്നിരിക്കുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് സെയിൽസ്, അതിനാണ് 20% തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, സോ കോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിസ്റ്റിംഗ് സെയിൽസിൻ്റെ കോസ്റ്റ് എത്രയാണ് വരിക? കോസ്റ്റ് ഓഫ് സെയിൽസ് 20 lakhsൻ്റെ 20% ആണ് പ്രോഫിറ്റ്. സോ അത് കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 16 lakhs. സോ 20 lakhൻ്റെ 20% വിച്ച് ഇസ് 4 lakh, അത് പ്രോഫിറ്റ് ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് സെയിൽസ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ്, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ് എത്രയാകുമ്പോൾ 16 lakh കോസ്റ്റ് ഓഫ് സെയിൽസ് ഫോർ ടോട്ടൽ ഇയർ ആണ്. സോ ക്രെഡിറ്റ് പീരീഡ് കളക്ഷൻ പീരീഡ് എത്രയേ ഉള്ളൂ? 35 days. അപ്പോൾ ഫോർ 35 days ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ 16 lakhൻ്റെ 35 days ഉണ്ട്. സോ 16 lakh into 35/360, which will come to 1,55,555. Okay, now incremental investment in debtors ആണെന്നുണ്ടെങ്കിൽ ഇനി പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോസ്ഡ് എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് സെയിൽസ് 25 lakh ആണ്. സോ 25 lakhൻ്റെ 20% കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി പ്രൊപ്പോസ്ഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. സോ വിച്ച് ഇസ് 20 lakh. ആ 20 lakh ടോട്ടൽ ഇയർ ആണ്. പക്ഷേ കളക്ഷൻ പീരീഡ് എത്രയും കുറയും? 10 days. അപ്പോൾ 20 lakh ഇൻറ്റു ഫോർ 10 days ഹൗ മച്ച്? ഫോർ ഇൻറ്റു 10/360 ചെയ്ത് കഴിഞ്ഞാൽ 55,555 ആവും. സോ ഇൻക്രിമെൻ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ആക്ച്വലി ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബൈ 1 lakh rupees. നേരത്തെ എക്സിസ്റ്റിംഗ് ടേംസിൽ 1,55,555 ആയിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ്. പ്രൊപ്പോസ്ഡ് സ്കീമിലേക്ക് വരുമ്പോൾ അത് എത്രയും കുറഞ്ഞു? 55,555 കുറഞ്ഞു. സോ റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിച്ച് ഇസ് 1 lakh. സോ ഓപ്ഷൻ 1 lakh, 1 lakh. അപ്പോൾ 1 lakh ഉണ്ട്. സോ പോസ്റ്റ് ടാക്സ് പ്രോഫിറ്റബിലിറ്റിയിലുള്ള ഇമ്പാക്റ്റും കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ഇൻ 1 lakh ആയതുകൊണ്ട് ആ 1 lakh നമുക്ക് ഇഫ് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ സം അതർ ഇൻവെസ്റ്റ്മെൻറ്റ്, സോ അവിടെ നിന്ന് നമുക്കൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യും. സോ ദാറ്റ് വിൽ ബി ദി ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ്. ദാറ്റ് എമൗണ്ട് വിൽ ബി ദി പ്രോഫിറ്റ് എമൗണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പൈസ നമ്മൾ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ്, സോ വിൽ ഏൺ എ പോസ്റ്റ് ടാക്സ് റേറ്റ് ഓഫ് 6%. അപ്പോൾ 1 lakh ഇൻറ്റു 6% ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ അത് എത്ര വരും? 1 lakh into 6% is 6,000 rupees. So option D will be the answer. Next, question number 7. 7 എന്താ പറയുന്നത്? FG Limited is appraising 1-year investment plan which requires an initial outlay of 1 lakh. So initial cash outflow is 1 lakh at the end of the term. So 1-year investment plan ആണ്. End of the term it will be matured at 1,25,000. Okay. Above maturity value is 1,25,000.
Next, the plan has a beta of 1.3. Risk-free rate of return is 10%. Market return is 18%. അപ്പോൾ ബീറ്റ, റിസ്ക് ഫ്രീ റേറ്റ്, മാർക്കറ്റ് റിസ്ക്, ഈ 3 വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് CAPM അപ്രോച്ച് ആണ് അല്ലേ. സോ കാൽക്കുലേറ്റ് ദി റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. സോ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് യൂസിങ് CAPM മോഡൽ. CAPM മോഡലിൽ എന്താണ് RF പ്ലസ് RM മൈനസ് RF ഇൻറ്റു ബീറ്റ ഫാക്ടർ അല്ലേ. So RF plus RF minus RF into beta. So that will give you 20.4%. അതാണ് the required rate of return, 20.4%. പിന്നെ ഇതിൽ എന്തും കൂടി പറയുന്നത് decide whether the plan is worthwhile. Decide whether the plan is worthwhile. അപ്പോൾ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് 20.4 ആണ്. അപ്പോൾ ആക്ച്വൽ റേറ്റ് എത്ര കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഇതിൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അറ്റ് ദ 1 year ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് 1 year അത് എത്രയായി 1,25,000 ആയി. സോ ആക്ച്വൽ റിട്ടേൺ എത്ര വരും 1,25,000 റുപ്പീസ് ആണ്. 25,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ്. സോ 25,000 ഡിവൈഡഡ് ബൈ 1 lakh ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആക്ച്വൽ റിട്ടേൺ വിച്ച് ഇസ് 25%. സോ വാട്ട് ഇസ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയേ ഉള്ളൂ 20.4% ഉള്ളൂ. ആക്ച്വൽ 25% കിട്ടി. സോ നമുക്ക് എന്താ പറയാം ദ പ്ലാൻ ഇസ് വർത്ത് വൈൽ എന്ന് പറയാം. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. 20.4 പ്ലാൻ ഇസ് വർത്ത് വൈൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. സോ ഡീറ്റെയിൽസ് ഓഫ് എ പ്രോജക്റ്റ് ആർ ഗിവൺ ബിലോ. ഇനീഷ്യൽ outlay 800 lakhs. NPV at 16% discount rate 50.71. NPV at 20% discount rate minus 26.84. സോ രണ്ട് ഡിസ്കൗണ്ട് റേറ്റ്സിൽ NPV വന്നിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് IRR. അതിനെ വെച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദി ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദി പ്രോജക്റ്റ് ഇഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 18.5 ഷുഡ് ദ പ്രോജക്റ്റ് ബി ആക്സെപ്റ്റഡ്. സോ ദിസ് ആക്ച്വലി എ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. സോ IRR എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് രണ്ട് റേറ്റും NPV തന്നിട്ടുണ്ടെങ്കിൽ ഇന്റർപോളേഷൻ മെത്തേഡ്. So using interpolation method you will find the IRR. അതിങ്ങനെ lower rate plus NPV of lower rate divided by NPV of higher rate plus NPV of lower rate into higher rate minus lower rate. Okay, so that will come to 18.62. So അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇഫ് യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂസ് ആൻഡ് യു വിൽ ഗെറ്റ് ദി 18.62 വാല്യൂ കിട്ടും. ആൻഡ് ഹൗ വിൽ യു ഡിസൈഡ് ഇഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 18.5% ആണ് and IRR is 18.62. So IRR is more than the cost of capital. IRR കൂടുതലാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ then you will accept the project. അതാണ് അതിൻ്റെ ഡിസിഷൻ റൂൾ അല്ലേ. സോ ആസ് അഗെയിൻസ്റ്റ് 18.62 IRR ഉണ്ടെങ്കിൽ project should be accepted. So option B 18.62 project should be accepted. അതാണ് അതിൻ്റെ ആൻസർ.